എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മിഥുൻ. ഞാൻ ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഡോക്ടറാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഹൃദ്രോഗത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റും സിഗ്നിഫിക്കൻറ്റും ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ്. സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്ക മരണം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്ട്രോക്ക് എന്ന് നമുക്ക് നോക്കാം. സ്ട്രോക്ക് എന്ന് പറയുകയാണെങ്കിൽ ഹൃദയത്തെ പോലെ തന്നെ താൽക്കാലികമായിട്ട് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന തടസ്സം മൂലം ഉണ്ടാകുന്ന മസ്തിഷ്ക മരണത്തെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ തടസ്സപ്പെടണമെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മസ്തിഷ്ക മരണം സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ അറ്റാക്ക് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് സ്ട്രോക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതായത് രണ്ട് തരത്തിലുള്ള സ്ട്രോക്ക് ഉണ്ട്. ഒന്ന് ഇസ്കീമിക് സ്ട്രോക്ക് ഉണ്ട്, രണ്ടാമത് ഹെമറേജിക് സ്ട്രോക്ക് ഉണ്ട്. അപ്പോൾ ഇസ്കീമിക് സ്ട്രോക്ക് ആണ് 85% പേരിലും കാണപ്പെടുന്നത് ഇസ്കീമിക് സ്ട്രോക്ക് ആണ്. അപ്പോൾ ഇസ്കീമിക് സ്ട്രോക്കിന് കാരണമായിട്ട് പറയുന്നത് ഒന്ന് ത്രോംബോട്ടിക്കോസിസ്, പിന്നെ എംബോളിക്കോസിസ് ഉണ്ട്. അപ്പോൾ ത്രോംബോട്ടിക്കോസ് എന്താണെന്ന് നമുക്കറിയാം. അതായത് നമ്മുടെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ നിറഞ്ഞിട്ട് അത് ഒരു പ്ലാക്ക് ആയിട്ട് ഫോം ചെയ്യുക. എന്നിട്ട് പ്ലാക്ക് വലുതാകുമ്പോൾ രക്തപ്രവാഹം കുറയുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. പിന്നെ എംബോളിക് സ്ട്രോക്ക് എന്ന് പറയാൻ നേരത്ത് കാലിലുണ്ടാകുന്ന ഡിവൈൻ ത്രോംബോസിസ്, അത് ഒരു ബോഡിക്ക് ഒരു സ്ട്രെസ് വരാൻ നേരത്ത്, അതായത് ഒരു സർജറി വരാൻ നേരത്തോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മൊബിലൈസേഷൻ ചെയ്യാൻ നേരത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബോഡിക്ക് ഒരു സ്ട്രെസ് വരാൻ നേരത്ത് കാലിലുള്ള ത്രോംബസ് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകളിലേക്ക് പ്രവേശിക്കാൻ നേരത്തുണ്ടാകുന്ന ഒരു തരം സ്ട്രോക്കാണ് എംബോളിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, മറ്റു വേറെ പല കാരണങ്ങളുണ്ട്. അതായത് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ, അതായത് ഇപ്പോൾ എന്താ പറയുക, ലെഫ്റ്റ് ഏട്രിയൽ ഡയറ്റേഷൻ ഉള്ളവർ, അല്ലെങ്കിൽ വാൽവുലർ പ്രോബ്ലംസ് ഉള്ളവർ, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉള്ളവർ, ലെഫ്റ്റ് ഏട്രിയൽ ഡയറ്റേഷൻ വരാൻ നേരത്ത് ഹാർട്ടിന്റെ റിതം ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഏട്രിയൽ ഫിബ്രിലേഷൻ പോലുള്ള അവസ്ഥകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ലെഫ്റ്റ് ഏട്രിയം വലുതാകുമ്പോൾ ലെഫ്റ്റ് ഏട്രിയത്തിൽ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് ഒരു ത്രോംബസ് ആയിട്ട് ഫോം ചെയ്ത് പിന്നെ അത് എംബോളിയായി മാറി പല ശരീരത്തിന്റെ പല ഭാഗത്തുള്ള രക്തക്കുഴലുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ബ്രെയിൻ്റെ രക്തക്കുഴലുകളിലേക്ക് വരികയാണെങ്കിൽ അത് എംബോളിക് സ്ട്രോക്ക് ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, പിന്നെ 15% പേരിൽ കാണുന്നതാണ് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതായത് ബ്രെയിനിലുള്ള രക്തക്കുഴലുകൾ റപ്ചറായിട്ട് പൊട്ടിയിട്ട് ഒരു രക്തസ്രാവം സംഭവിക്കുന്ന അവസ്ഥയാണ് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഹെമറേജിക് സ്ട്രോക്ക് ഉണ്ട്. ഇൻട്രാ സെറിബ്രൽ ഹെമറേജ് എന്ന് പറയും, സബ് ഹെമറേജ് എന്ന് പറയും. ബാക്കി നമുക്ക് എപ്പിഡ്യൂറൽ ഹെമറേജ് ഉണ്ട്, അതുപോലെ തന്നെ സബ്ഡ്യൂറൽ ഹെമറേജും ഉണ്ട്. പിന്നെ ഒരു സംഭവമാണ് ട്രാൻസിയന്റ് ഇഷ്മിക് അറ്റാക്ക് എന്ന് നമ്മൾ പറയും. അതായത് ഒരു മിനി സ്ട്രോക്ക് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രോക്കിന്റെ സിംറ്റംസ് ഉണ്ടായി 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ റിക്കവർ ആകും. ആ ഒരു സിംറ്റംസ് 24 മണിക്കൂറിനുള്ളിൽ റിക്കവർ ആകും. അതൊരു വാർണിംഗ് സൈൻ ആയിട്ട് നമുക്ക് കണക്കൂട്ടാം. 24 മണിക്കൂറിനുള്ളിൽ റിക്കവർ ആയി എന്ന് വിചാരിച്ച് ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഭാവിയിൽ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റില്ല. അതൊരു വാർണിംഗ് സൈൻ ആണ്. നമ്മൾ എന്തായാലും ഒരു MRI ആൻജിയോ എടുത്തിട്ട് രക്തക്കുഴലുകൾ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തെങ്കിലും തരത്തിലുള്ള ത്രോംബസ് ഉണ്ടോ, തടസ്സമുണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇൻസിഡൻസിലേക്ക് വരാൻ നേരത്ത് ലോകത്ത് ഏകദേശം 1.2 കോടി ആളുകൾക്കാണ് വർഷം തോറും സ്ട്രോക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഏകദേശം 18 ലക്ഷം പുതിയ സ്ട്രോക്ക് കേസുകളാണ് വരുന്നത് പ്രതിവർഷം. മരണനിരക്കും അതുപോലെ തന്നെ കൂടുന്നുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗഭാരം കൂടുതലായത് കാരണം സ്ട്രോക്കിന്റെ നിരക്കും അതുപോലെ തന്നെ കൂടുതലാണ്. 1000 ആളുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 1 to 1.5 ആളുകൾക്ക് പ്രതിവർഷം സ്ട്രോക്ക് വരാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. റിസ്ക് ഫാക്ടറുകളിലേക്ക് വരാൻ നേരത്ത് ഹൈപ്പർ ടെൻഷൻ ഒരു റിസ്ക് ഫാക്ടറാണ്. അതായത് BP കൂടാൻ നേരത്ത് നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തപ്രവാഹം കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഓൾറെഡി ചെറിയ പ്ലാക്കുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ റപ്ചർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രെയിനിലകത്തുള്ള രക്തക്കുഴലുകൾ പൊട്ടാനുള്ള റപ്ചർ ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇൻട്രാ സെറിബ്രൽ ഹെമറേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഹൈപ്പർടെൻസീവ് പേഷ്യൻസിൽ വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ പുകവലി നമ്മുടെ രക്തക്കുഴലുകളെ നശിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പുകവലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡയബറ്റീസ്, അല്ലെ കുഴലുകളെ വീക്കം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ കൊളസ്ട്രോൾ കൂടുതലാവില്ല. ഞാൻ പറഞ്ഞു നമ്മുടെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അക്യുമുലേറ്റ് ചെയ്യുന്നു, അതിന്റെ കൂടെ പ്ലേറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് പ്ലാക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് ബ്രെയിനിലേക്ക് രക്തപ്രവാഹം കുറയ്ക്കുന്ന ഒരു സംഭവം. അപ്പോൾ കൊളസ്ട്രോളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, റിസ്ക് ഫാക്ടറാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നതിൽ. പിന്നെ അതുപോലെ തന്നെ മദ്യപാനം കൂടുന്നത് കാരണം നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വളരെയധികം കൂടുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഡയലറ്റഡ് കാർഡിയോമയോപ്പതി ഹാർട്ടിന്റെ പേശികൾക്ക് ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള രോഗമാണ്. അപ്പോൾ ഡയലറ്റഡ് കാർഡിയോമയോപ്പതി കാരണം ഹാർട്ടിന്റെ റിതം ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് കൂടുതൽ ഇറഗുലർ ആയിട്ടുള്ള ഉള്ള ഹാർട്ട് റിതംസ്, അതായത് ഏട്രിയൽ ഫിബ്രിലേഷൻ പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുകയും എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ത്രോംബസ് ഹാർട്ടിൽ ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ, ലെഫ്റ്റ് ഏട്രിയത്തിൽ ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ അത് പലതരത്തിലേക്കും ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ കാരണം ഹാർട്ടിന്റെ റിതം ചേഞ്ച് ആവുന്നത് കാരണം പല സ്ഥലത്തേക്കും ഈ എംബോളി സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്രെയിൻ്റെ രക്തക്കുഴലുകളിലേക്ക് വരികയാണെങ്കിൽ അത് ഒരു സ്ട്രോക്ക് ആയിട്ട് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവരിൽ പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാൻ ചാൻസ് ഉണ്ട്. അതായത് ഡയബറ്റീസും അതുപോലെ തന്നെ കൊളസ്ട്രോളും കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ സ്ട്രോക്കിന് വഴിവെക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലാത്ത അവസ്ഥ, ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് ഉള്ള ഒരു അവസ്ഥ, ഇതൊക്കെ സ്ട്രോക്കിന് വഴിവെക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ ഇതൊക്കെ ഞാനിപ്പോൾ മുകളിൽ പറഞ്ഞതൊക്കെ നമുക്ക് മാറ്റാൻ കഴിയുന്ന മോഡിഫൈബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ മാറ്റാൻ സാധിക്കും. പക്ഷേ മാറ്റാൻ കഴിയാത്ത റിസ്ക് ഫാക്ടറുകളിലേക്ക് വരാൻ നേരത്ത് പ്രായം നമുക്ക് മാറ്റാൻ കഴിയാത്ത ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ കൂടുതൽ പ്രായമുള്ളവരിൽ ഒരുപാട് ചാൻസ് കൂടുകയാണ് ചെയ്യുക സ്ട്രോക്ക് ഉണ്ടാവാനുള്ള. അതുപോലെ തന്നെ പുരുഷന്മാർക്കാണ് കൂടുതലായിട്ട് നമ്മൾ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ കാണുന്നത്. സ്ത്രീകൾക്ക് ഞാൻ ഹാർട്ടിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മെനോപോസിന്റെ അവസ്ഥ വരെ അവർക്കൊരു പ്രൊട്ടക്ഷൻ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പക്ഷേ 50 വയസ്സിന് ശേഷം ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ സ്ത്രീകൾക്കും കൂടുതലായിട്ട് കാണുന്നു. അതുപോലെ തന്നെ അതേസമയം പാരലായിട്ട് സ്ട്രോക്കിന്റെ ഇൻസിഡൻസും കൂടുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ
കുടുംബ ചരിത്രത്തിലേക്ക് വരാൻ നേരത്ത് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഹെറിഡിറ്ററി ആയിട്ട് എന്തെങ്കിലും സ്ട്രോക്ക് വന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ സ്ട്രോക്കിൻ്റെയും നിരക്ക് കൂടുതലായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പല അവസ്ഥകളാണ് ഹൈപ്പർ കോയഗുലബിൾ സ്റ്റേറ്റ്സ് എന്ന് നമ്മൾ പറയും. അതായത് എന്തെങ്കിലും പ്രോട്ടീൻ സി, പ്രോട്ടീൻ എസ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അക്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാൻ നേരത്ത് പരോക്സിസ്മൽ നോക്ടേണൽ ഹീമോഗ്ലോബിനുറിയ അല്ലെങ്കിൽ ഡിസ്ഫൈബ്രിനോജനീമിയ ഒരു ഹെറിഡിറ്ററി സംഭവമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഹൈപ്പർ കോയഗുലബിൾ സ്റ്റേറ്റ്സ്, അപ്പോൾ പ്രഗ്നൻസിയും ഒരു ഹൈപ്പർ കോയഗുലബിൾ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മുമ്പ് എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടായവർ അവർക്കും ഭാവിയിൽ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിന്റെ കോസസ് ആയിട്ട് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, അതിറോസ്ക്ലിയോസിസ് വരുന്ന അവസ്ഥ. അതിറോസ്ക്ലിയോസിസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്യുക, അതിന് മുകളിൽ പ്ലേറ്റ്ലെറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക, പിന്നെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഒരു കാൽസിഫൈ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുകയും ആർട്ടറീസ്, ബ്രെയിനിലേക്കുള്ള ആർട്ടറീസ് പെർമനന്റ് ആയിട്ട് നാരോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുകയും അതുപോലെ തന്നെ അതേ സമയത്ത് രക്തപ്രവാഹം ബ്രെയിനിലേക്ക് കുറയുന്ന അവസ്ഥ ഉണ്ടാകുകയും ആർട്ടറി സ്റ്റീനോസിസ് ഉണ്ടായതിനു ശേഷം സ്ട്രോക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഏട്രിയൽ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ എംബോളിക് സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങൾ. ഹാർട്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വാൽവുലർ ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ, ഓൾറെഡി ലെഫ്റ്റ് ഏട്രിയത്തിൽ ഫോം ചെയ്യുന്ന ഒരു ത്രോംബസ് അത് ഒരു ബോഡിക്ക് ഒരു സ്ട്രെസ് വരാൻ നേരത്ത് അതിന് ഭയങ്കരമായിട്ടുള്ള മൊബിലൈസേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ നേരത്തോ അല്ലെങ്കിൽ ഒരു ബോഡിക്ക് ഒരു ഇൻഫെക്ഷൻ വരാൻ നേരത്തോ അല്ലെങ്കിൽ സർജറിക്ക് വിധേയമാകാൻ നേരത്തോ ഇത് എംബോളി ആയിട്ട് ഫോം ചെയ്തിട്ട് ബ്രെയിനിലെ രക്തക്കുഴലുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഏട്രിയൽ ഫിബ്രിലേഷൻ ഇൻഡ്യൂസ് എംബോളിക് സ്ട്രോക്ക് നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ തലച്ചോറിലെ രക്തക്കുഴലുകളുണ്ട്, അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് AV മാൽഫോർമേഷൻ അതുപോലെ അന്യൂറിസം ഉള്ളവരിൽ ഇത് പൊട്ടി രക്തസ്രാവം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സബറോഗ്നോഡ് ഹെമറേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രോമ, എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി നമ്മുടെ തലച്ചോറിന് എന്തെങ്കിലും ക്ഷതം പറ്റിയ ഒരു അവസ്ഥയിലും ഇങ്ങനെ ഹെമറേജ് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർ കോയഗുലബിൾ സ്റ്റേറ്റ്സ് ഉള്ളവരിലും ഇസ്കെമിക് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിനിലുള്ള രക്തക്കുഴലുകളിൽ ത്രോംബസ് അല്ലെങ്കിൽ എംബോളസ് ഫോം ചെയ്തിട്ട് ബ്രെയിനിലേക്കുള്ള രക്തസ്രാവം കുറയുമ്പോൾ ബ്രെയിനിന്റെ ടിഷ്യൂസിന് ഉള്ള ഓക്സിജന്റെ ടിഷ്യൂസിലേക്ക് വരുന്ന ഓക്സിജന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ കോശങ്ങൾ മരിക്കാൻ തുടങ്ങുന്നു. അതുപോലെ ഹെമറേജിക് സ്ട്രോക്കിൽ എന്താ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തക്കുഴലുകൾ പൊട്ടിച്ചോരുന്നത് കാരണം ഒരു ബ്ലഡ് ബ്രെയിനിൽ നിറയുകയും ബ്രെയിൻ എഡീമ ഫോം ചെയ്യുകയും അതുപോലെ തന്നെ ബ്രെയിനിലുള്ള ഇൻട്രാക്രൈനൽ പ്രഷർ കൂടുന്ന അവസ്ഥയിലേക്ക് മാറുകയും ഇൻട്രാക്രൈനൽ പ്രഷർ കൂടാൻ നേരത്തെ ബ്രെയിൻ ടിഷ്യൂസിനെ അത് കംപ്രസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ കോശങ്ങൾ മരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ ആണ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് സാധാരണ സിംറ്റംസ് പ്രകടമാകുന്നത്. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള കാലുകളോ കൈകളോ വീക്ക്നെസ് വരിക അല്ലെങ്കിൽ പാരാലിസിസ് വരിക, അതുപോലെ തന്നെ പേസ് ഡീവിയേഷൻ വരിക, ടങ് ഡീവിയേഷൻ വരിക, അതുപോലെ തന്നെ സംസാര ശേഷി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. ഫ്രോണ്ടൽ ലോബിനെയാണ് അഫക്ട് ചെയ്യുന്നതെങ്കിൽ സംസാര ശേഷി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ മിണ്ടാൻ കഴിയാതാകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥ, ബ്ലൈൻഡ്നെസ്സിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, നടക്കാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥ. പിന്നെ ഹെമറേജിക് സ്ട്രോക്ക്, സബറോഗ്നോഡ് ഹെമറേജ് ആണെങ്കിൽ നല്ല തലവേദന ഉണ്ടാകുന്നതാണ്. പേഷ്യന്റ് തന്നെ കംപ്ലയിന്റ് ചെയ്യും, ബേസ്റ്റ് ഹെഡേക്ക് ഓഫ് മൈ ലൈഫ് എന്നാണ് പറയുക സബറോഗ്നോഡ് ഹെമറേജിൽ. അപ്പോൾ ഒരു നിമോണിക് പോലെ നമ്മൾ പറയുകയാണെങ്കിൽ ഫാസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫേസ് ഡ്രൂപ്പിംഗ് ഉണ്ടാവും, ഞാൻ പറഞ്ഞു. രണ്ടാമത് ആം വീക്ക്നെസ് ഉണ്ടാവും. എസ് ഫോർ സ്പീച്ച് ഡിഫിക്കൽട്ടി, ടൈം ടു കോൾ ആംബുലൻസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു രോഗി നമ്മുടെ ERലേക്കോ അല്ലെങ്കിൽ ICUലേക്കോ വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നത് എന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ വരണമെന്നാണ് പറയുന്നത്. കാരണം ടൈം ലോസ്റ്റ് ഈസ് ലൈഫ് ലോസ്റ്റ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ 20 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ CT ബ്രെയിൻ, നോൺ കോൺട്രാസ്റ്റ് CT ബ്രെയിൻ എടുത്ത് നമ്മൾ നോക്കിയാണ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ഹെമറേജ് ഉണ്ടോ ബ്രെയിനിൽ എന്ന് നമ്മൾ നോക്കും. അല്ലെങ്കിൽ ഒരു MRI ബ്രെയിൻ വിത്ത് ആൻജിയോ നമ്മൾ ചെയ്യാറുണ്ട്. അതായത് ഏതെങ്കിലും രക്തക്കുഴലുകളിൽ തടസ്സമുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള എംബോളി അല്ലെങ്കിൽ ത്രോംബസ് കാരണം ആർട്ടറി നാരോ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ രക്തപ്രവാഹം കുറയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാനായിട്ട് MRI എടുത്ത് നോക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു കരോട്ടിഡ് ഡോപ്ലർ, അതൊക്കെ നമ്മൾ ഭാവിയിൽ അത് എമർജൻസി ട്രീറ്റ് ചെയ്തതിന് ശേഷം രോഗിയെ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങളാണ് കരോട്ടിഡ് ഡോപ്ലർ പോലെയുള്ള സംഭവങ്ങൾ. കരോട്ടിഡ് ഡോപ്ലർ ചെയ്തിട്ട് നമ്മൾ നോക്കും കരോട്ടിഡ് സ്റ്റീനോസിസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹാർട്ടാണോ പ്രൈമറി സോഴ്സ് ഓഫ് ദ ത്രോംബസ് ഓഫ് ദ എംബോളി എന്ന് അറിയാനായിട്ട് നമ്മൾ ചിലപ്പോൾ ECG എടുത്ത് നോക്കാറുണ്ട്, എക്കോ എടുത്ത് നോക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ റുട്ടീൻ ടെസ്റ്റ് ആയിട്ടുള്ള ഷുഗർ കോഗുലേഷൻ പ്രൊഫൈൽ നമ്മൾ നോക്കാറുണ്ട്. ലിപ്പിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോൾ എന്തോരം ഉണ്ടെന്ന് അറിയാനായിട്ട് ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ നോക്കാറുണ്ട്. ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് വരാൻ നേരത്ത് ആദ്യത്തെ ഒരു 4.5 മണിക്കൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ ഒരു ത്രോംബസ് ഉണ്ട് അല്ലെങ്കിൽ ഇസ്കെമിക് സ്ട്രോക്ക് ഞാൻ പറഞ്ഞു 85% ഇസ്കെമിക് സ്ട്രോക്ക് ആണ് വരുന്നത് ഞാൻ പറയും. അപ്പോൾ ഇതിന്റെ ഇസ്കെമിക് സ്ട്രോക്കിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ത്രോംബസ് ആണ്. ത്രോംബസ് ഫോം ചെയ്തുകൊണ്ട് രക്തക്കുഴലുകളിൽ തടസ്സമുണ്ട്. അപ്പോൾ ആദ്യത്തെ 4.5 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 4.5 മണിക്കൂറിനുള്ളിൽ തന്നെ രോഗി എത്തിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ത്രോംബോലൈസ് ചെയ്യാറുണ്ട്. ത്രോംബോലൈസ് ചെയ്യുന്നവർ IV ആൽറ്റിപ്ലേസ് എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഉപയോഗിച്ചാണ് നമ്മൾ സിസ്റ്റമിക് ത്രോംബോലൈസിസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചറിയാൻ വൈകിട്ടുണ്ടെങ്കിൽ നമുക്ക് ത്രോംബോലൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് എഫക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ തിരിച്ചറിയാൻ വൈകിട്ടുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ടീവ് കെയർ കൊടുക്കാം, നമുക്ക് ഡുവൽ ആന്റിപ്ലേറ്റഡ് കൊടുക്കാം, ആസ്പിരിൻ ക്ലോപ്പിഡോഗ്രൽ കൊടുക്കാം, അതുപോലെ സ്റ്റാറ്റിൻസ് കൊടുക്കാം. കൊളസ്ട്രോളിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സ്റ്റാറ്റിൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ BP കൂടുതലാണെങ്കിൽ BP മാനേജ് ചെയ്യാം. നമുക്ക് പല മരുന്നുകളുണ്ട് BP മാനേജ് ചെയ്യാം. ബീറ്റ ബ്ലോക്കേഴ്സ് ഉപയോഗിച്ച് BP നമുക്ക് മാനേജ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക, കോമോർബിഡ്സ് ഉള്ള രോഗികളാണെങ്കിൽ ഹൈപ്പർടെൻഷൻ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ എല്ലാം കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ്.
ഇനി ഹെമറേജിക് സ്ട്രോക്കിലേക്ക് നമ്മൾ വരാൻ നേരത്ത് രക്തപ്രവാഹം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ബ്രെയിനിൽ. അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ ചിലപ്പോൾ രോഗി അൺകോൺഷ്യസ് ആയിട്ടായിരിക്കും നമ്മുടെ മുമ്പിൽ വരിക, അല്ലെങ്കിൽ ഒരു മൊത്തം പാരലൈസ് ആയിട്ട് അൺറെസ്പോൺസീവ് ആയിട്ട് ആയിരിക്കും രോഗി, അൺകോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും രോഗി നമ്മുടെ അടുത്ത് വരിക. അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തപ്രവാഹം കൂടിക്കഴിഞ്ഞ് ബ്രെയിനിന്റെ പ്രഷർ കൂടാൻ നേരത്ത് ബ്രെയിനിന്റെ പല തരത്തിലുള്ള ലോബ്സിനെയും കംപ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ബ്രെയിൻ ഡെഡ് ആവുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ബ്രെയിൻ ഡിസ്ഫങ്ഷൻ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മുടെ പ്രൈമറി സംഭവം എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് എയർവേ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ട്രക്കിലേക്ക് ഒരു ട്യൂബ് ഇട്ടിട്ട് വെന്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യാറുള്ളത്. കാരണം രോഗിയെ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ ആസ്പിറേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ എപ്പോഴും വെന്റിലേറ്ററിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ പ്രഷർ, ബ്രെയിനിലുള്ള പ്രഷർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പല ട്രീറ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതായത് മാനറ്റോൾ പോലുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ 3% NaCl പോലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ബ്രെയിനിന്റെ പ്രഷർ കുറയ്ക്കാനായിട്ട് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ബ്രെയിൻ ഒരളവിൽ ഹെമറേജ് ഒരളവിൽ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ മിഡ് ലൈൻ ഷിഫ്റ്റ് പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഹെമറ്റോമ ഇവാക്യുവേറ്റ് ചെയ്യുന്ന, ഒരു സർജറി ചെയ്തിട്ട് ഹെമറ്റോമ ഇവാക്യുവേറ്റും ചെയ്യാറുണ്ട് എമർജൻസി ആണെങ്കിൽ. അപ്പോൾ ICU മാനേജ്മെന്റിലേക്ക് വരാൻ നേരത്ത് എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു രോഗി വരാൻ നേരത്ത് നമ്മൾ എല്ലാം മോണിറ്റർ ചെയ്യുക. ആദ്യം നമ്മൾ വൈറ്റൽസ് എടുക്കും, BP ചെയ്യും, ഹാർട്ട് റേറ്റ് ചെയ്യും, പൾസ് സാച്ചുറേഷൻ നോക്കും, രോഗിയുടെ മൊത്തമായിട്ടുള്ള ക്ലിനിക്കൽ അവസ്ഥ നമ്മൾ നോക്കും. ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ, പേഷ്യന്റ് ഡ്രൗസി ആണോ, എന്തെങ്കിലും ട്രോമ കാരണമാണോ, ആക്സിഡന്റ് കാരണമാണോ രോഗി എത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ എയർവേ മാനേജ്മെന്റ് ചെയ്യും. പിന്നെ BP ടാർഗറ്റ്, ഒരു ഇസ്കീമിക് സ്ട്രോക്ക് ആണെങ്കിൽ നമ്മുടെ BP ടാർഗറ്റ് എന്ന് പറയുന്നത് <180/105 ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഹെമറേജിക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു <140 സിസ്റ്റോളിക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും BP. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഇലക്ട്രോലൈറ്റ്സ്, ഷുഗർ, ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്യും. പിന്നെ ഒരുപാട് എന്തെങ്കിലും ട്രോമ ഉണ്ടായി, ആക്സിഡന്റ് ഉണ്ടായി, ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് കൊടുക്കും. അതുപോലെ തന്നെ ബാക്കി ഫ്ലൂയിഡ് തെറാപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു DVT, ഡീപ് വീനസ് ത്രോംബോസിസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ലോവർ ലിംബ് ഡോപ്ലർ, വീനസ് ഡോപ്ലർ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ത്രോംബസ് വരികയാണെങ്കിൽ നമ്മൾ DVT പ്രൊഫിലാക്സിസും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ എന്തെങ്കിലും ഹെമറേജോ അല്ലെങ്കിൽ ത്രോംബസ് ഒക്കെ ഉണ്ടായി പേഷ്യന്റിന് ഒരു സീഷർ വരുവാണ്, അപസ്മാരം പോലെ വരികയാണെങ്കിൽ നമ്മൾ ആന്റി സീഷർ ട്രീറ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പ്രോഗ്നോസിസിലേക്ക് വരാൻ നേരത്ത് ഇപ്പോൾ ട്രാൻസ്മിഷീമിക് അറ്റാക്ക് ആണ്, അത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ എന്തെങ്കിലും സിംറ്റംസ് വന്നിട്ട് സിംറ്റംസ് സബ്സൈഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നല്ല പ്രോഗ്നോസിസ് ആണ് അങ്ങനത്തെ രോഗികളിൽ വരിക. അതായത് ഒരു ന്യൂറോ ഡെഫിസിറ്റും ഇല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇഷ്മിക് സ്ട്രോക്ക് ആണെങ്കിൽ അത് എന്താണ് ആ ത്രോംബസിന്റെ സൈസ്, ഏത് ലൊക്കേഷനിലാണ്, എത്ര എയർലി ട്രീറ്റ്മെന്റ് രോഗി എടുത്തിട്ടുണ്ടോ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും രോഗിയുടെ ന്യൂറോ ഡെഫിസിറ്റ് അല്ലെങ്കിൽ റിക്കവറി എന്നുള്ളത്. ഹെമറേജിക് സ്ട്രോക്കിലുള്ളതാണ്, അപ്പോൾ ലാർജ് ബ്ലീഡൊക്കെയാണ്. അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റം ഇൻവോൾവ് ആയിട്ടുണ്ട്. ബ്രെയിൻ സ്റ്റം ആണ് നമ്മുടെ റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യുന്നതും, അതുപോലെ തന്നെ നമ്മുടെ കഫ് റിഫ്ലെക്സ്, നമ്മുടെ പല റിഫ്ലെക്സസും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ സ്റ്റം ആണ്. അപ്പോൾ ബ്രെയിൻ സ്റ്റം ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ രോഗികളുടെ ഔട്ട്കം വളരെ പൂറായിരിക്കും. ചിലപ്പോൾ ലൈഫ് ലോങ് മൊത്തം മുഴുവനും അവർക്കൊരു ന്യൂറോ ഡെഫിസിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ന്യൂറോ ഡെഫിസിറ്റ്, ചെറിയ രീതിയിലുള്ള ന്യൂറോ ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ന്യൂറോ റീഹാബിലിറ്റേഷൻ തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ സപ്പോർട്ട് ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. പിന്നെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം? നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗം. അതായത് BP, ഷുഗർ നിയന്ത്രിക്കുക, കൊളസ്ട്രോൾ കുറയ്ക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒരുപാട് ഉൾപ്പെടുത്തുക, അതുപോലെ പ്രോസസ്ഡ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ ഒഴിവാക്കുക, എക്സസൈസ് ചെയ്യുക, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക, ഒരു 30 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുന്നൊരു അവസ്ഥാന്തരം ഉണ്ടാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അമിതഭാരം കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ സെക്കൻഡറി പ്രിവെൻഷനിലേക്ക് വരാൻ നേരത്ത് നേരത്തെ എന്തെങ്കിലും ട്രാൻസ്മിഷീമിക് അറ്റാക്കോ സ്ട്രോക്കോ ഉള്ളവർ ഡുവൽ പ്ലേറ്റ്ലെറ്റ് നിർബന്ധമായിട്ടും കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഒരു ദിവസം പോലും വിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടർ പറയുന്ന അത്രയും കാലം തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സ്റ്റാറ്റിൻസും, കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകൾ, സ്റ്റാറ്റിൻസും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, മുകളിൽ നിന്നോട് പറഞ്ഞു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനെ കുറിച്ച്. പിന്നെ അതുപോലെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ, ഓൾറെഡി ത്രോംബസ് പോലെയുള്ള സംഭവങ്ങൾ ഹാർട്ടിലുണ്ടെങ്കിൽ അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, മസ്തിഷ്ക മരണത്തെക്കുറിച്ച് ഒരു ചെറിയ രൂപം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രോക്ക് അവയർനെസ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷമുണ്ട്. അപ്പോൾ പുതിയ സെഷനിൽ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ നമസ്കാരം.